അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദീസുകളിൽ നിന്ന് ക്രോഡീകരിച്ച ദിക്റുകളുടെ സമാഹാരവും എല്ലാ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള മാർഗവുമായ പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിനെ കുറിച്ച് കുറേ നാം പഠിച്ചു മനസ്സിലാക്കി. അനുഭവങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹദ്ദാദ് റാത്തീബ് ആത്മാർത്ഥമായി ചൊല്ലുകയും പതിവാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിൽ രക്ഷയായിക്കൊണ്ട് ഹദ്ദാദ് റാത്തീബ് മാറിയ ഒരുപാട് അനുഭവങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. തെരീമിൽപ്പെട്ട ചില ആളുകൾ അവരുടെ അനുഭവം പറയുകയാണ്. ഭരണാധികാരികളിൽപ്പെട്ട ആളുകൾ ഞങ്ങളെ ബന്ദിയാക്കി, ഒരു രക്ഷയും ഇല്ലാതെ എല്ലാ വാതിലുകളും വഴികളും അടഞ്ഞു നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അവർ പറയുകയാണ്, വദാലിക ഖരീബു വക്തിൽ അസ്ർ, അസ്റിനോട് അടുത്ത ഒരു സമയത്തായിരുന്നു ഞങ്ങളെ ബന്ദികളാക്കിയത്, അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഒരു രക്ഷയും ഇല്ല, ഒരു വഴിയും ഇല്ല, മോചനത്തിൻ്റെ ഒരു മാർഗവും ഇല്ല. അങ്ങനെ വന്നപ്പോൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലാൻ തുടങ്ങി. ബിനിയ്യത്തിൽ ഫറജി, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് മോചനം കിട്ടണം എന്ന് കരുതിയിട്ട് എന്ന നിയ്യത്തോടുകൂടെ ഹദ്ദാദ് റാത്തീബ് അങ്ങനെ ചൊല്ലാൻ തുടങ്ങി. ഫലമ്മാ തവസ്സത്തു ഫീ ഖിറാഅത്തിഹി, ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലി പകുതി ആയപ്പോഴേക്ക് ബന്ദിയാക്കിയ അറസ്റ്റ് ചെയ്ത ആളുടെ ഉമ്മ അടുത്തേക്ക് വരികയാണ്. എന്നിട്ടതാ മോചിപ്പിക്കുന്നു. ജയിലിൽ നിന്ന്, അറസ്റ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോകാനും വേണ്ടി പറയുകയാണ്. ഹദ്ദാദ് പകുതി ആയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും അതിൻ്റെ ഫലം എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് അനുഭവങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ ഹദ്ദാദും ചൊല്ലി കിടന്നുറങ്ങുന്ന മനുഷ്യൻ വലിയ ഒരു സംരക്ഷണവും കവചവും രക്ഷയും ഒരുക്കി വെച്ചിട്ടാണ് അവൻ ഉറങ്ങുന്നത്. ഏതെങ്കിലും ഒരു ദിവസം ഹദ്ദാദ് മുടങ്ങിപ്പോയാൽ അത് ആ ഉറക്കിലോ അതിന് ശേഷമോ അനുഭവിക്കുകയും ചെയ്യും. സ്വാഹിബു മിർബാത്ത് അലി ഇബ്നുൽ ഹസൻ എന്ന മഹാൻ പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം ഹദ്ദാദ് ചൊല്ലാതെ ഉറങ്ങിപ്പോയി. എല്ലാ ദിവസവും ഞാൻ ഹദ്ദാദ് ചൊല്ലാറുണ്ട്. ഒരു ദിവസം ഹദ്ദാദ് എനിക്ക് നഷ്ടപ്പെട്ടു രാത്രിയിൽ. അങ്ങനെയതാ ഉറക്കത്തിൽ ഞാനൊരു മലക്കിനെ സ്വപ്നം കാണുകയാണ്. ആ മലക്ക് എന്നോട് പറയുന്നു, കുല്ലു ലൈലത്തിൻ നഖ്ദിമു ലക കദാ വ കദാ, എല്ലാ രാത്രികളിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സേവനം ചെയ്യാറുണ്ട്, ഖിദ്മത്തെടുക്കാറുണ്ട്. എന്നിട്ട് കുറേ നന്മകൾ ആ മലക്ക് ഇങ്ങനെ എണ്ണിപ്പറഞ്ഞു കൊടുത്തു. ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, കാരണം നിങ്ങൾ ഹദ്ദാദ് ചൊല്ലാതെയാണ് ഉറങ്ങിയത്. ആ മഹാൻ പറയുന്നു, അലി ഇബ്നുൽ ഹസൻ എന്ന മഹാൻ പറയുകയാണ്, ഫന്തബഹ്തു, ഞാൻ ഉറക്കിൽ നിന്ന് ഉണർന്നു. വഖറഅതുഹു ഫിൽ ഹാൽ, ആ സമയം തന്നെ ഞാൻ ഹദ്ദാദ് ചൊല്ലി തീർക്കുകയും ചെയ്തു. ഹദ്ദാദ് ചൊല്ലി കിടന്നുറങ്ങുന്ന മനുഷ്യന് മലായിക്കത്തിൻ്റെ സംരക്ഷണവും പ്രൊട്ടക്ഷനും ഉണ്ട് എന്നതിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ വിഷജന്തുക്കളിൽ നിന്ന്, വന്യമൃഗങ്ങളിൽ നിന്ന് ഹദ്ദാദ് ചൊല്ലുന്ന മനുഷ്യന് രക്ഷ കിട്ടും. ഒരുപാട് സംഭവങ്ങൾ
അനുഭവങ്ങളായി അതിനും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പാമ്പിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ, തേളിൽ നിന്ന് രക്ഷ കിട്ടാൻ, അതുപോലെ പിടിമൃഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ, വിഷജന്തുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ ഹദ്ദാദ് ഫലപ്രദമായ ഒരു കാര്യമാണ്. സാദാത്യങ്ങളിൽപ്പെട്ട ചിലർ പറയുന്നു, കൂട്ടമായി സംഘടിതമായി ഞാനിങ്ങനെ ഹദ്ദാദ് ചൊല്ലുകയായിരുന്നു. ആ സമയത്ത് ഒരു തേള് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ അപ്പം കരുതി, ഞാൻ കുറേ ആയല്ലോ ഹദ്ദാദ് ചൊല്ലാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴും ഞാൻ ഹദ്ദാദ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഹദ്ദാദിലൂടെ ലഭിക്കുന്ന ഫലം എനിക്കൊന്ന് പരീക്ഷിക്കണം, അനുഭവത്തിലൂടെ എനിക്കൊന്ന് ബോധ്യപ്പെടണം. അങ്ങനെ ആ തേള് എൻ്റെ കാലിൻ്റെ അടുത്ത് വരെ എത്തി. എൻ്റെ കാലിൻ്റെ അടുത്ത് വരെ എത്തി. ഞാൻ എൻ്റെ മുട്ടുംകാലിൽ നാട്ടകുത്തി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എൻ്റെ കാലിൻ്റെ അടിഭാഗം ഭൂമിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ കാലിൻ്റെ അടുത്ത് ആ തേള് എത്തിയപ്പോൾ വഖഫത്ത് സഅതൻ, ഒരു നിമിഷം ആ തേൾ അവിടെ സ്റ്റോപ്പായിപ്പോയി, അവിടെ നിന്നു. എന്നിട്ട് എന്നെ ഒന്നും ചെയ്യാതെ അതവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇത് ഹദ്ദാദിലൂടെ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. ഇങ്ങനെ വിഷജന്തുക്കളിൽ നിന്ന് മറ്റുള്ള ജീവികളിൽ നിന്നൊക്കെ രക്ഷ കിട്ടിയ സംഭവങ്ങളും ഒരുപാട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ എല്ലാറ്റിനും പരിഹാരമാണ് ഹദ്ദാദ് റാത്തീബ്. എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ വിഷമങ്ങൾക്കും, എല്ലാ ആവലാതികൾക്കും, എല്ലാ ടെൻഷനുകൾക്കും ഹദ്ദാദ് റാത്തീബിലൂടെ പരിഹാരം ഉണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.